ഹലോ എവ്രി വൺ. ഇന്ന് നമ്മുടെ ഡേ 17 ഓഫ് എത്തിക്സ് ഡെയിലി ആൻസർ റൈറ്റിംഗ് ആണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് മോറൽ തിങ്കേഴ്സ് ആൻഡ് ഫിലോസഫേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പം അതിനെ ബേസ് ചെയ്താണ് ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ ആൻസർ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൊട്ടേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് UPSC എപ്പോഴും ചോദിക്കാറുണ്ട്. ഒരു 3 ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് കൊട്ടേഷൻ ബേസ്ഡ് ആയിട്ട് എല്ലാ ഇയറും എത്തിക്സിൽ കിട്ടാറുണ്ട്. അപ്പം ഇത് വരുന്നത് ഈ പറയുന്ന മോറൽ തിങ്കേഴ്സ് ആൻഡ് ഫിലോസഫേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് എന്നാണ്. അപ്പം നമുക്ക് അതില് ഈ ഫിലോസഫേഴ്സ് നമ്മൾ പഠിച്ചിട്ടുള്ള പല ഫിലോസഫേഴ്സിന്റെയും കോഡ്സ് നമ്മുടെ അടുത്ത് നമ്മളോട് ചോദിക്കും. ആൻഡ് വാട്ട് ഡസ് ദാറ്റ് കൊട്ടേഷൻ മീൻ എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരാറ്. അപ്പം സോക്രട്ടീസ് ചോദിച്ചിട്ടുണ്ട്, സ്വാമി വിവേകാനന്ദ ഒക്കെ പോലെയുള്ള ആളുകൾ, അതുപോലെ ദലൈലാമ ചോദിച്ചിട്ടുണ്ട്, ഗാന്ധി ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്ന് കാണാറ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ഫോളോയിങ് കൊട്ടേഷൻ മീൻ ടു യു? An unexamined life is not worth living. സോക്രട്ടീസിന്റെ ഒരു കോട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ മീൻ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ഒരൊറ്റ സെന്റൻസ് വെച്ചിട്ട് ഒരു കംപ്ലീറ്റ് ആൻസർ എഴുതാൻ ചിലപ്പോൾ ഡിഫിക്കൽട്ടി ഫീൽ ചെയ്തേക്കാം. അപ്പൊ നിങ്ങൾ അതിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെ കൊടുക്കണം എന്ന് വെച്ചാൽ, ഈ ഒരു മോഡലിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നും. ആദ്യം തന്നെ നിങ്ങൾ ഈ കോട്ടിന്റെ മീനിങ് എന്താണെന്നുള്ളത് ഒന്ന് ഇൻട്രൊഡക്ഷനിൽ പറയാം. എന്തായിരിക്കും സോക്രട്ടീസ് ആ കോട്ട് കൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളത് സിമ്പിൾ വേർഡ്സിൽ ഒന്ന് ഇൻട്രൊഡക്ഷനിൽ പറയാം. അതിനുശേഷം എന്തുകൊണ്ടാണ് അൺഎക്സാമിൻഡ് ലൈഫ് ഇസ് നോട്ട് വർത്ത് ലിവിങ് ആവുന്നത് എന്നുള്ളത് ഒന്ന് പറയാം കേട്ടോ. അൺഎക്സാമിൻഡ് ലൈഫ് നോട്ട് വർത്ത് ലിവിങ് ആവാന്ന് പറയുമ്പോൾ അതിന്റെ അതർ സൈഡ് എന്താണ്? എക്സാമിൻഡ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? വർത്ത് ലിവിങ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ആൻ എക്സാമിൻഡ് ലൈഫ് എന്നുള്ളത് നമുക്ക് സെക്കൻഡ് പാർട്ടായിട്ട് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണ്ടംപററി റെലവൻസ് ഓഫ് ദ കോട്ടും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി ഇത് ആൻസർ ഏകദേശം കംപ്ലീറ്റ് ആവും. അപ്പൊ ഇതിൽ നിങ്ങൾ ഓരോ പാർട്ട് അഡ്രസ് ചെയ്യുമ്പോഴും അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് എക്സാമ്പിൾസും കൂടി കൊടുത്തു പോകാൻ വേണ്ടി ശ്രദ്ധിക്കാം. അതിന്റെ ഒപ്പം കണ്ടംപററി ഇപ്പോഴത്തെ നമ്മുടെ ഒരു സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഗ്ലോബൽ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിലൊക്കെ എന്താണ് ഈ കോട്ടിന്റെ റെലവൻസ് എന്നുള്ളതും കൂടി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പം മോഡൽ ആൻസറിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് കോട്ടിന്റെ ഒരു മീനിങ് എന്നുള്ളതാണ്. സോക്രട്ടീസ് ബിലീവ്ഡ് ദാറ്റ് ലിവിങ് എ ലൈഫ് വെർ യു ലിവ് അണ്ടർ ദ റൂൾസ് ഓഫ് അതേഴ്സ് ഇൻ എ കണ്ടിന്യൂസ് റൂട്ടീൻ വിത്തൗട്ട് എക്സാമിനിങ് വാട്ട് യു ആക്ച്വലി വാണ്ട് ഔട്ട് ഓഫ് ഇസ് നോട്ട് വർത്ത് ലിവിങ്. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, മൊണോട്ടോണസ് ആയി ജീവിച്ചു പോവാണ്. ബാക്കിയുള്ളവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് എന്ത് വേണം, അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലൈഫിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എക്സാമിൻ ചെയ്യുന്നില്ലെങ്കിൽ എന്താണ്, ദാറ്റ് ലൈഫ് ഇസ് നോട്ട് വർത്ത് ലിവിങ്. എന്താണ് അതിന്റെ ഒരു, നമുക്ക് കീവേഡുകളും കൂടി കൊണ്ടുവരാണ്ടി നോക്കണം. എന്താണ് ഈ കോട്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ എത്തിക്സ് പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ള എന്തൊക്കെ കീവേഡുകളൂടെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് നോക്കുക. ഒന്ന്, ഇമ്പോർട്ടൻസ് ഓഫ് ഇൻട്രോസ്പെക്ഷൻ ആൻഡ് സെൽഫ് റിഫ്ലക്ഷൻ ഒക്കെ പോലെയുള്ള പോയിന്റുകളാണ് എന്ത് ഉദ്ദേശിക്കുന്നത്, ഈ കോട്ടിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്, കോൺസ്റ്റന്റ്ലി ക്വസ്റ്റ്യൻ അവർ വാല്യൂസ്, ബിലീഫ്സ്, ആക്ഷൻസ്, ചോയ്സസ്, നമ്മുടെ എത്തിക്സ്, നമ്മുടെ തോട്ട്സ്, ഇങ്ങനെയുള്ള പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പൊ എത്തിക്സ് ബേസ് ചെയ്ത് എഴുതുന്ന സമയത്ത് നിങ്ങൾ എത്തിക്സിൽ നിന്നുള്ള കീവേഡുകളും എക്സാമ്പിൾസ് ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളുടെ ആൻസർ ചുമ്മാ ഒരു ജനറൽ ആൻസർ ആവാതെ എത്തിക്സ് റെലവെന്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആയിട്ട് മാറും. അടുത്ത പാർട്ടിൽ ആൻ അൺഎക്സാമിൻഡ് ലൈഫ് ഇസ് നോട്ട് വർത്ത് ലിവിംഗ് എന്നുള്ള ഒരു ഭാഗമാണ് അറ്റൻഡ് ചെയ്തു പോകുന്നത്. കോഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് യൂഷ്വലി പാരഗ്രാഫിൽ എഴുതുന്നതായിരിക്കും നല്ലത്. കാരണം പോയിന്റ് ആയിട്ട് എഴുതുമ്പോൾ ഫ്ലോ ഉണ്ടാവാൻ സാധ്യതയില്ല. അതുപോലെ നമുക്ക് അത്രയും പോയിന്റ് ആയിട്ട് എഴുതാനുള്ള പോയിന്റുകൾ നമുക്ക് ജനറേറ്റ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഴുതാം. പാരഗ്രാഫ് വൈസ് എഴുതുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുക. ഇപ്പം ഇവിടെ അൺഎക്സാമിൻഡ് ലൈഫ് എങ്ങനെയാണ് നോട്ട് വർത്ത് ലിവിംഗ് ആവുന്നത് എന്നുള്ളതാണ്. ഇറ്റ് ഡസ് നോട്ട് ഫോക്കസ് ഓൺ സെൽഫ് അവയർനെസ് ഓർ സെൽഫ് കൺട്രോൾ അല്ലെ. ഇപ്പോ എന്താണ്, നമുക്ക് ഈ പറയുന്ന എക്സാമിനേഷൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ മിസ്റ്റേക്സ് ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് അവയർനെസ്സും സെൽഫ് കൺട്രോൾ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ മിസ്റ്റേക്സ് എവിടെയാണ് അല്ലെങ്കിൽ നമ്മുടെ വീക്ക്നെസ് എവിടെയാണ് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാം. അപ്പൊ ഈ പേഴ്സൺ ഹു നെവർ റിഫ്ലെക്ട്സ് ഹിസ് ആക്ഷൻ ലിവ്സ് വിത്തൗട്ട് ഡയറക്ഷൻ. അതായത് ഡയറക്ഷൻ ഇല്ലാതെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ആക്ഷൻസ് എന്താണെന്നുള്ളതിനെ പറ്റി നമുക്കൊരു ധാരണ ഇല്ലെങ്കിൽ. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ദുര്യോധനന്റെ എക്സാമ്പിൾ ആണ് മഹാഭാരതം എന്നുള്ളത് കൊണ്ടുവന്നിരിക്കുന്നത്. ഹി ന്യൂ വാട്ട് വാസ് റൈറ്റ് ബട്ട് അഡ്മിറ്റഡ് ഹി ഹാഡ് നോ കൺട്രോൾ ഓവർ ഹിസ് ആക്ഷൻ വിച്ച് അൾട്ടിമേറ്റ്ലി ലെഡ് ടു ഹിസ് ഡൗൺഫോൾ. ദുര്യോധന ഈ പറയുന്ന ലൈഫിനെ എക്സാമിൻ ചെയ്ത് അതിനനുസരിച്ച് ജീവിക്കുക. അതായത് അൺഎക്സാമിൻഡ് ലൈഫ് ലീവ് ചെയ്തത് കൊണ്ടാണ് ബേസിക്കലി ഒരു ഡൗൺഫാൾ ഉണ്ടായത് എന്നുള്ള രീതിയിലേക്ക് നമുക്കിതിനെ കൊണ്ടുവരാം. അതുപോലെ തന്നെ പേഴ്സൺ ഇഗ്നോർസ് റിഫ്ലക്ഷൻ ഓൺ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മെഷീൻ പോലെ ആയിട്ട് മാറും. നമ്മുടെ ട്രൂ പർപ്പസ് ഉണ്ടാവില്ല. അപ്പോൾ കോർപ്പറേറ്റ് എംപ്ലോയീസിനെയൊക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മൾ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ചേസ് ചെയ്ത്
എന്താണ് നമ്മുടെ വർക്ക് നമ്മുടെ എത്തിക്സുമായിട്ട് അലൈൻ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ വാല്യൂ ആയിട്ട് അലൈൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ദാറ്റ് ലീഡ്സ് ടു ബേൺ ഔട്ട് ആൻഡ് എംപ്റ്റിനെസ്, അതുപോലെ തന്നെ കമ്പാഷൻ ഇല്ലാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇത് കാര്യങ്ങളിലേക്കൊക്കെ ഇത് നയിക്കും. അതുപോലെ തന്നെ വിത്ത് ഇൻട്രോസ്പെക്ഷൻ വൺ ക്യാനോട്ട് ഇംപ്രൂവ്. റിഫ്ലക്ഷൻ ഗിവ്സ്, വിത്തൗട്ട് ഇൻട്രോസ്പെക്ഷൻ വൺ ക്യാനോട്ട് ഇംപ്രൂവ്. നമുക്ക് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരണമെങ്കിൽ അല്ലെങ്കിൽ ഇന്നോവേഷൻ കൊണ്ടുവരണമെങ്കിലൊക്കെ എന്ത് വേണം, നമുക്ക് ഇൻട്രോസ്പെക്ഷൻ വേണം. ഇതിന് എക്സാമ്പിൾ ആയിട്ട് വാൽമീകിയാണ് കൊടുത്തിരിക്കുന്നത്. വാൽമീകി രാമായണന്റെ ഓത്തർ, നിങ്ങൾക്ക് അറിയാം വാൽമീകി ആരായിരുന്നു, ഒരു കൊള്ളക്കാരനായിരുന്നു. അതിന് ശേഷം വാൽമീകിനെ കാണാൻ വന്ന മഹർഷിമാരുടെ നിർദ്ദേശപ്രകാരം വാൽമീകി സെൽഫ് റിഫ്ലക്ഷൻ ആൻഡ് ഇൻട്രോസ്പെക്ഷൻ ഒക്കെ നടത്തി ആണ് വാൽമീകി എന്താവുന്നത്, ഒരു സേജ് ആൻഡ് എ പോയറ്റ് ആയിട്ട് മാറുന്നത്. അതിന്റെ അടുത്ത ഒരു പാർട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ആൻ എക്സാമിന്റെ ലൈഫ് കൊടുക്കാം. എക്സാമിന്റെ ലൈഫ് എന്തിനൊക്കെ സഹായിക്കും? അറ്റൈൻമെന്റ് ഓഫ് ഫ്രീഡം ആൻഡ് ഇന്റലക്ച്വൽ ഹ്യൂമിലിറ്റി. അതിപ്പോ ബുദ്ധന്റെ കാര്യം നമുക്ക് വേണമെങ്കിൽ അവിടെ കൊണ്ടുവരാം. ബുദ്ധ എന്ത് ചെയ്തു, ലൈഫിനെ എക്സാമിൻ ചെയ്തിരുന്നു, ട്രൂ വിസ്ഡം സീക്ക് ചെയ്ത് പോയിരുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ എഴുതാം. അതുപോലെ തന്നെ ഗാന്ധിയെ കൊണ്ടുവരാം. ഗാന്ധി എന്തായിരുന്നു, ഗാന്ധിന്റെ പ്രിൻസിപ്പിൾസ് കോൺസ്റ്റന്റ്ലി ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബിക്കോസ് ഗാന്ധി എന്താണ്, ഗാന്ധി ഒരു എക്സാമിന്റെ ലൈഫായിരുന്നു മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോ ആ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. അതുപോലെ നമ്മുടെ ക്ലിയർ കോൺഷ്യൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എക്സാമിന്റെ ലൈഫ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എന്താണ് ക്രൈസിസ് ഓഫ് കോൺഷ്യൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാനും കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാനൊക്കെ ഈ പറയുന്ന എക്സാമിന്റെ ലൈഫ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു കോട്ടും കൂടി ആഡ് ചെയ്യാം. ഗാന്ധിയുടെ എ ക്ലിയർ കോൺഷ്യൻസ് ഇസ് ദ ബെസ്റ്റ് സ്ലീപ്പിംഗ് പിൽ എന്ന് എന്ത് പറഞ്ഞിട്ടുണ്ട്, ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ എക്സാമിന്റെ ലൈഫ് വിൽ പ്രൊമോട്ട് ദിസ് ഇൻഡിവിജ്വൽ വെൽബീയിങ് ആൻഡ് ക്ലിയർ കോൺഷ്യൻസ് എന്നുള്ള രീതിയിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കൊണ്ടുവരാം. അതുപോലെ നമ്മുടെ വാല്യൂ സിസ്റ്റം ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം മദ്രാസ് ഹൈക്കോടതി ജഡ്ജ് ഉണ്ടായിരുന്നു. പുള്ളി എന്ത് ചെയ്തു, LGBTQ പറ്റി എന്ത് ചെയ്തു, പഠിക്കാൻ തുടങ്ങി. ബിക്കോസ് ഹി വാണ്ടഡ് ടു ഗിവ് ഫെയർ ജഡ്ജ്മെന്റ്സ് ഇൻ സച്ച് കേസസ്. അപ്പൊ എന്ത് ചെയ്തു, പുള്ളിക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല. പുള്ളി ട്രഡീഷണലി വളർന്നു വന്ന ഒരാളായിരുന്നു. ആൻഡ് ഹി സ്റ്റാർട്ടഡ് സ്റ്റഡിങ് അബൌട്ട് ദിസ് LGBTQ കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിലാണ് ആ ഒരു ഇൻക്ലൂസിവിറ്റി ആൻഡ് ഗ്രേറ്റർ ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യാൻ. അപ്പൊ നമ്മുടെ എക്സാമിനേഷൻ ഓഫ് അവർ വാല്യൂസ് ആൻഡ് ബിലീഫ് സിസ്റ്റംസ് വിൽ ഹെൽപ്പ് ടു ഇംപ്രൂവ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ഇത് എന്ത് ചെയ്യുന്നു, ഒരു മോറൽ കോമ്പസ് ആയിട്ട് ആക്ട് ചെയ്യും. എന്താണ് റൈറ്റ്, എന്താണ് റോങ്, അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ആക്ഷൻസ് എത്തിക്കലാണോ സെൽഫിഷ് ആണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ എന്താണ് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഈ പറയുന്ന എക്സാമിന്റെ ലൈഫ് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇതുപോലെയുള്ള പോയിന്റുകൾ നിങ്ങളിവിടെ കൊണ്ടുവരിക. താഴേക്കാണെങ്കിലും അങ്ങനെയുള്ള കുറച്ച് ആസ്പെക്ടുകൾ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ആൻസറിലേക്ക് നിങ്ങളും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാം. അതുപോലെ തന്നെ ലാസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ പാരഗ്രാഫ് ആഡ് ചെയ്യാം. ഇൻ ടുഡേയ്സ് വേൾഡ് എന്താണ് ഈ കോട്ട് എന്താണ് റെലവെന്റ് ആയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ മെറ്റീരിയലിസം ഒക്കെ പോലെയുള്ള ആസ്പെക്ടുകളുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൽഫ് എക്സാമിനേഷൻ ഹെൽപ്സ് ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റീസ് ടു റെസിസ്റ്റ് ഈ പറയുന്ന ഇങ്ങനെയുള്ള റോങ് പ്രാക്ടീസസ് അല്ലെങ്കിൽ അൺഎത്തിക്കൽ പ്രാക്ടീസസ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന എക്സാമിന്റെ ലൈഫ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. ആൻഡ് യു ക്യാൻ കൺക്ലൂഡ് വിത്ത് എ കോട്ട് ഫ്രം ഭഗവത്ഗീത ആൻഡ് ഓൾ. ഭഗവത്ഗീതയിൽ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഭഗവത്ഗീത എന്നുള്ള കുറച്ച് കോട്ട്സ് ഒക്കെ നിങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്തിക്സിൽ പലയിടത്തും ഇൻട്രോയും കൺക്ലൂഷനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗോഡ് ഹാസ് ഗിവൺ മാൻ എ സോൾ ആൻഡ് ഇന്റലക്ട് ടു എക്സാമിൻ ഹിസ് ആക്ഷൻസ് ആൻഡ് മോട്ടീവ്സ്. ദ സോൾ ഗൈഡ്സ് ഹിം ടുവേർഡ്സ് ധർമ്മ, ഹെൽപ്പിംഗ് ഹിം റൈസ് അബവ് impulses and selfish desires and മൂവ് ടുവേർഡ് സെൽഫ് റിയലൈസേഷൻ. അപ്പൊ സെൽഫ് റിയലൈസേഷൻ എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാം, ത്രൂ എക്സാമിന്റെ ലൈഫ് എന്നുള്ളതാണ് എന്ത് പറയുന്നത്, ഈ പറയുന്ന കോട്ട് പറയുന്നത്. ഇത്രയാണ്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എഴുതി പഠിക്കുക. കാരണം ഇതൊന്ന് ശീലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് എഴുതാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങൾ പഠിച്ചിരിക്കുന്ന എക്സാമ്പിൾസ് നിങ്ങളുടെ കയ്യിലുള്ള കണ്ടന്റ് വെച്ച് തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ആൻഡ് നല്ല മാർക്ക് കിട്ടാനും കൂടി സ്കോപ്പുള്ള ഒരു ഏരിയ ആണ്. അപ്പം മാക്സിമം ബ്രോഡർ പെർസ്പെക്റ്റീവ്സ് ഇതിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെയും കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സ്കോറിലേക്ക് എത്താൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം താങ്ക് യു.